കുട്ടികൾ പഠിക്കുന്ന പല സിദ്ധാന്തങ്ങളും യവനചിന്തയുടെ ഒരു ബാക്കി പത്രമാണ്. കുട്ടികൾ പഠിക്കുന്ന മാത്തമാറ്റിക്സ് ഉണ്ടല്ലോ, അതിലെ പല ചിന്തകളും അക്ഷരങ്ങളും വാക്കുകളുമെല്ലാം ഗ്രീക്ക് തത്വചിന്തയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിൽ നിന്നും വന്ന πr² 2πr ഒക്കെ പഠിക്കില്ലേ, V=F ലാംഡ എന്ന് പഠിക്കില്ലേ. കണ്ടോ, ഇതൊക്കെ നേരത്തെ വന്ന് അങ്കിൾ പറയേണ്ടതാണ് ഈ എൻട്രൻസിനൊക്കെ മുമ്പല്ലേ. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഇതിൻ്റെയൊക്കെ അക്ഷരം, ഈ വേർഡുകളും ചിന്തകളൊക്കെ ഉണ്ടായി വന്ന സ്ഥലമാണ് ഗ്രീസ്. മനസ്സിലായോ? അവിടെ തന്നെ നമ്മുടെ പുതിയ നിയമം രൂപപ്പെട്ടു വരുന്ന ആ ഭാഷയിൽ നിന്ന്, ആ ചിന്തയിൽ നിന്ന്. ഹല്ലേലൂയ. പോകട്ടെ. അപ്പോഴേ ഗ്രീക്കുകാർ മോശക്കാരല്ല. മഹാനായ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഉലകത്തെ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അങ്ങനെ എത്ര മഹാരഥന്മാർ, നമ്മളറിയുന്നതും അറിയാത്തതുമായ നൂറുകണക്കിന് ചിന്തകന്മാരുടെ മണ്ണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവരന്ന് പഠിച്ച പലതും കാലം വെട്ടിത്തിരുത്തി അപ്രസക്തമാക്കി. അടയാളം ചോദിച്ച് യഹൂദനോട് യേശു പറഞ്ഞു, യോനയ്ക്ക് കൊടുത്ത അടയാളത്തിനപ്പുറത്തേ, പണ്ട് നോഹയ്ക്ക് കിട്ടിയ അടയാളത്തിനപ്പുറത്തേ, ഉലകത്തെ മുഴുവനും പ്രളയം കൊണ്ട് നിറയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത ചിന്തയ്ക്കപ്പുറത്തേ, അതല്ലെങ്കിൽ അനുസരണക്കേട് തക്ക ശിക്ഷ വരുമെന്നുള്ളതിന് ഞാൻ കൊടുത്ത തെളിവിനപ്പുറത്തേ, 3 രാവും 3 പകലും ഇരുന്നിട്ടും മരണത്തിന് വിഴുങ്ങാനാവാതെ അതിനകത്ത് നിന്ന് പുനരുദ്ധാനത്തിൻ്റെ ശക്തിയോടെ പുറത്തു വന്ന യോനയുടെ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് പുതിയ അടയാളമൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ തിരയുന്നത് വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ സവിശേഷതയാണെങ്കിൽ അങ്ങോട്ടൊന്നും പോകാൻ യേശു ഇഷ്ടപ്പെടാതെ അതിൻ്റെ ആ ഇൻറ്റൻഷനെ, ആ ഉദ്ദേശശുദ്ധിയെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ട് യേശു തൻ്റെ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുക അവിടെ. പിന്നെ അതേക്കുറിച്ച് ഒരു അല്പം കൂടെ കൃത്യമായൊരു ഉത്തരം തരാം. ഇവിടെ കർത്താവ് ഒരിക്കൽ 5 അപ്പം എത്ര പേർക്ക് കൊടുത്തു? 5000 പേർക്കെന്നാണോ? 5000 പുരുഷന്മാർക്ക്. എന്തേ സ്ത്രീകൾ കഴിച്ച കണക്ക് പറയാതെ? അറിയോ? ഞാൻ ഇങ്ങോട്ട് ചോദിക്കുന്ന അച്ഛന്മാർ ചോദിക്കാനുള്ള മടിയുണ്ടോ? തിരുമേനോട് ചോദിക്കാനൊക്കെ അല്ലോ. പോട്ടെ, ഒരു പ്രോട്ടോക്കോൾ നോക്കണം. ഉണ്ടാണ് ഈ തബല വായിച്ചാൽ പാടിയത് അറിയണം. എന്തിയാ കൊച്ചുവേണ്ട എന്തി അറിയോ? പാടിയ മോൻ അറിയോ? നമ്മുടെ പിള്ളേരാകുണ്ട് കേട്ടോ, ഞങ്ങൾ നിരന്തരം കാണുന്ന. ഞാനെൻ്റെ ഉത്തരം പറയാം. പുരുഷന്മാരുടെ എണ്ണം 5000. സ്ത്രീകളുടെ കണക്കുണ്ടോ? പറഞ്ഞോട്ടെ, കാരണം ലൈവ് ഉണ്ടല്ലേ. എന്നാലും പറഞ്ഞേക്കാം, ഈ സ്ത്രീകൾ കഴിക്കുന്നതിനൊന്നും കണക്കൊന്നുമില്ല. എന്താ കാര്യം മനസ്സിലായോ? കുട്ടികളുടെ പേരിലുമൊക്കെ ഭക്ഷണം എടുത്തിട്ട് കഴിക്കുന്ന സ്ത്രീകളാണ്. മനസ്സിലായില്ല? അത് പിന്നെ ആ എഴുതിയ യോഹന്നാന് തന്നെ അത് പോട്ടെ നോർത്ത്. അതുകൊണ്ടാണ് നിങ്ങളോടുള്ളൊരു കാരുണ്യം. മോശമാണല്ലോ ഇതൊക്കെ എഴുതുന്ന നോർത്ത് വിട്ടതാ. പോട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്തൊരു ദിവസം യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ വരുമ്പോൾ കർത്താവ് പറയാണ്, നിങ്ങളേ എൻ്റെ പിന്നാലെ കൂടിയത് വചനം കേൾക്കാനല്ല, പിന്നെന്തിനാ? അപ്പം ഭക്ഷിക്കാൻ. അതെന്തൊരു പ്രയോഗമാണ്. യേശു ഒരു കാര്യമുണ്ട്, ഈ മുഖസ്തുതി പറയാത്ത ആളായതുകൊണ്ട് നേരെ കാര്യം അങ്ങ് പറയുക. വാസ്തവത്തിൽ അപ്പം കഴിക്കാനാണോ? നമ്മളാണെങ്കിൽ അങ്ങനെ വരുമോ? അപ്പോൾ കള്ളമാണ് യേശു പറഞ്ഞത്. ജീവിതത്തിലൊരിക്കലും നുണ പറയാത്തവനാണ് കർത്താവ്, അല്ലേ? അപ്പോൾ പിന്നെന്താ ഇത്? പറയാം. യേശു പറഞ്ഞ സത്യമാണ്. കാരണം ഇത് യവത്തപ്പ. ഈ യവം പൊതുവേ അത്ര ഡിമാൻഡുള്ള ഭക്ഷണമല്ല. അത് മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമല്ല, കുതിരകൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്. കുതിരയ്ക്ക് കൊടുക്കുന്ന യവത്തപ്പം മനുഷ്യരും കഴിക്കും. എപ്പോഴാ? നല്ല വിശപ്പ് വരുമ്പോൾ ആ ധാന്യം ഉപയോഗിച്ചും ഭക്ഷണം ഉണ്ടാക്കും. കാരണം ഈ യവത്തിന് ഒരല്പം കയ്പുണ്ട്. അതിടിച്ച് 7 തവണ തെളിനീരിൽ ഊറ്റി വെള്ളം കളഞ്ഞ് ഒടുവിലടിയുന്ന ക്രീമാണ് ഭക്ഷണത്തിനെടുക്കുന്നത്. അത്രയും ചെയ്യാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഈ യവം സാരണം കുതിരയ്ക്ക് കൊടുക്കും. ഗോതമ്പാണ് മനുഷ്യർ കഴിക്കുന്നത്. എന്നാൽ ഗോതമ്പില്ല, ദരിദ്രാവസ്ഥയിലാണെങ്കിൽ ഇത് കഴിച്ചു പോവും, അല്ലേ? അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. പുരുഷന്മാർ വീട്ടിൽ വന്ന് ഭക്ഷണം ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഭക്ഷണം അങ്ങോട്ട് കഴിച്ചു തുടങ്ങി ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഒന്നും മിണ്ടൂല.
മൂന്നാമത്തെ മിനിറ്റിലാണ് പറയുന്നത് കറി ശരിയായിട്ടില്ല എന്ന്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് കയ്പുണ്ട്. കാരണം എന്താ? ഇന്ന് നമ്മൾ വന്നുകൊണ്ട് ഒത്തിരി പ്രയോജനമില്ലേ? അപ്പോൾ യവത്തിനും ഈ പ്രശ്നമുണ്ട്. ഇത് ടേസ്റ്റി ഫുഡല്ല, ഇതൊരു സ്നാക്സായിട്ട് വേണേ ഒന്ന് കഴിക്കുക, ഒരു പരവേശം അടങ്ങാൻ. മനസ്സിലായല്ലോ? ടേസ്റ്റിന് കഴിക്കുന്നതും പിന്നെ നമ്മുടെ സ്നാക്സായിട്ട് കഴിക്കുന്നതിന് രണ്ടും രണ്ടല്ലേ? വിശപ്പിന് കഴിക്കുന്നതും സ്വാദിന് കഴിക്കുന്നതിന് രണ്ടല്ലേ? രണ്ടാണോ? നിങ്ങൾക്കത് മനസ്സിലായില്ല? ഉദാഹരണം, ഈ കഞ്ഞിയും പയറും നല്ല ഭക്ഷണമാണ് അല്ലേ? കഞ്ഞി, പയർ, അച്ചാറ്, പപ്പടം, സൂപ്പർ ഫുഡല്ലേ? പക്ഷെ അത് മോൻ്റെ കല്യാണം നടത്തിയിട്ടൊന്ന് കൊടുത്തു നോക്കിയേ. നല്ല കഞ്ഞി, ചട്നിയൊക്കെ ഉണ്ടോന്ന് കൂട്ടിക്കോ, അത് കഴിക്കാനാരും മാന്യന്മാർ നിൽക്കോടെ? ഇല്ല. ഇതാ പറഞ്ഞത്, അതിന് പറ്റിയല്ല അത്. അപ്പോൾ ഈ യവം പൊതുവിൽ വിതരണം ചെയ്യാൻ പറ്റിയ ഭക്ഷണമല്ല. ഇത് കൊണ്ടുവന്ന പയ്യന് ഒരു ദരിദ്രനാണ്. അപ്പോൾ അവൻ്റെ അമ്മ അവനെ കൊടുത്താണ്. ഇത് കണ്ടപ്പോഴേ, ഇതിൻ്റെ അളവ് കണ്ടപ്പോഴേ കുറേ പേര് പോയി. എടീ, 5 എണ്ണം മുറിച്ച് തിന്നാൻ ആരാ നിൽക്കുന്നത്? വിട്ടുപോയി. കുറേ പാവങ്ങൾ അവിടെ നിന്നു. അടുത്തത് യവമാണെന്നറിഞ്ഞപ്പോഴേ കുറേ പേര് പോയി. കാരണം ടേസ്റ്റി അല്ല. പക്ഷേ യേശു അത് വാഴ്ത്തി നുറുക്കി കഴിച്ചപ്പോൾ അപര്യാപ്തത മാറി. അതിൻ്റെ ഗുണവും നിറവും സ്വാദുമൊക്കെ മാറി. അത് കഴിച്ചപ്പോൾ കണ്ണിന് കാഴ്ച കുറഞ്ഞവനെ വലിയ ശോഭ കണ്ണിന് കിട്ടി. നാളുകളായി ക്ഷീണം മാറാത്തവരെ ഒരു ഉന്മേഷം ആ അപ്പം കൊടുത്തു. അപ്പോൾ കർത്താവിൻ്റെ കയ്യിൽ കിട്ടിയാൽ ഏതപ്പത്തിൻ്റെ ഈ സ്ഥിതി മാറും, അതിൻ്റെ നിലവാരം മാറും, അതിൻ്റെ ശക്തി മാറും. വാസ്തവത്തിൽ ആലോചിച്ച്, കർത്താവിൻ്റെ കിട്ടിയാൽ അപര്യാപ്തത മാറും. അതൊരു സത്യമല്ലേ? കർത്താവ് തന്നപ്പോഴാ നമ്മുടെ അപര്യാപ്തത മാറിയത്. കുറവ് മുഴുവൻ തീർന്നതേ യേശു കർത്താവ് തന്നപ്പോഴാ. ഹല്ലേലൂയ! കർത്താവ് തന്നപ്പോഴാ നമ്മുടെ സങ്കടം മാറിയത്, ഭാരം മാറിയത്. യേശു തരാൻ തുടങ്ങിയ ശേഷമാ നമ്മുടെ നിന്ന നീങ്ങിയത്. യേശു എത്ര നല്ലവൻ, കർത്താവ് എത്ര വലിയവൻ, അവിടുന്ന് എത്ര മാറ്റമില്ലാത്തവൻ. പിറ്റേന്ന് ആളുകൾ എന്ന് പറയാൻ തുടങ്ങി, എന്തൊരു യോഗമായിരുന്നു, നിങ്ങളൊക്കെ വരേണ്ടതായിരുന്നു. എന്താ കാര്യം? നല്ല ടേസ്റ്റി അപ്പം, ഞാനതങ്ങോട്ട് കഴിക്കുകയും എന്തൊരു ഉന്മേഷമാണ്, അങ്ങോട്ട് കഴിക്കുക സംതൃപ്തിയാണ്. ഇതുകൊണ്ട് ആളുകൾ പിറ്റേന്ന് അടുത്തു. എന്താ കൊണ്ടുണ്ടായ ദോഷമെന്ന് പറയണ്ടേ? യേശു കർത്താവ് ആ പ്രോഗ്രാമേ നിർത്തിക്കളഞ്ഞു. വചനം വേണ്ട, അപ്പം മതി എന്നായപ്പോൾ പ്രോഗ്രാം നിർത്തി. ഇതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത. എന്താ? വചനം വേണ്ട, ദൈവകൃപ വേണ്ട, ദൈവത്തോട് ചേർന്ന് നടക്കണ്ട, വീട് മതി, കാറ് മതി, വിദ്യാഭ്യാസം മതി, വിദേശയാത്ര മതി. പരിപാടി നിർത്തും. പിണങ്ങിയോ? കാര്യം പഠിച്ചോണം. ഹല്ലേലൂയ! നിലനിൽക്കുന്ന ജീവൻ്റെ അപ്പം നുറുക്കപ്പെടുമ്പോൾ, ഗെത്സമനയിൽ ജീവൻ്റെ അപ്പം തകർക്കപ്പെടുന്നുണ്ട്. കാൽവരുടെ കൊലമരത്തിൽ അവൻ ക്രൂശിക്കപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ! അപ്പോളേ ഇത്രയും പറഞ്ഞതേ, ഈ അടയാളം ചോദിക്കുന്നവർക്ക് അടയാളം കിട്ടാത്തതിൻ്റെ കാരണമായി പറഞ്ഞു. യഹൂദന്മാർ അടയാളം ചോദിച്ചു, ഇവിടം കൊണ്ട് സ്റ്റോപ്പ്. യവനന്മാർ ജ്ഞാനമന്വേഷിച്ചു, അതൊക്കെ ജ്ഞാനമായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ആ ജ്ഞാനം കാലഹരണപ്പെട്ടു. പുതിയ അറിവ് വന്ന് പഴയ അറിവുകളെ പിന്തള്ളി. ശരിയല്ലേ? പഴയ അറിവുകളെ പിന്തള്ളി. പണ്ടത്തെ ഒരു വൈദ്യനാണ് ഗാലൻ. AD 100 അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഡോക്ടർ അരിസ്റ്റോട്ടിൽ ഒരു വൈദ്യനായിരുന്നു. ഈ ഗാലൻ്റെ പല കണ്ടുപിടുത്തങ്ങളും അന്നത്തെ വൈദ്യശാസ്ത്ര ലോകം വലിയ ആദരവോടെ കണ്ടതാണ്. പക്ഷേ ആധുനികത വളരുന്നതനുസരിച്ച് ആ കണ്ടെത്തലൊക്കെ കാലഹരണപ്പെട്ടു. എന്തിനാ ഇത്രയും പറഞ്ഞതെന്നറിയണ്ടേ? ഇതെല്ലാം കാലഹരണപ്പെട്ട് അറിവുകൾ മാറി 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 കാലഹരണപ്പെടുമ്പോൾ സുവിശേഷം നമ്മൾ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 2000 കൊല്ലമായി. ഇതിനെ കാലഹരണപ്പെടുത്താൻ കഴിവുള്ള ഒരു ശക്തിയെയും കണ്ടില്ല. അതാണ് സുവിശേഷത്തിൻ്റെ മഹിമ. ആ ക്രൂശിലേക്കും അതിൻ്റെ മഹിമയിലേക്കും വന്ന് നമുക്ക് ഉപസംഹരിക്കാം. ഇവിടെ കണ്ടത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ടവനെ പ്രസംഗിക്കുന്നു.
ഈ ക്രൂശ് എന്ന പദം നമ്മുടെ മലയാളത്തിൽ വന്നത് ക്രോസ് എന്നൊരു ഇംഗ്ലീഷ് വേർഡിൽ നിന്നാണ്. ക്രോസ് എന്ന പദം വന്നത് ക്രക്സ് എന്നൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ലത്തീൻ പദമാണ് ക്രക്സ്. കാരണം അറിയാമോ, ഈ ക്രൂശ് മരണം എന്നത് ഒരു ലത്തീൻ ശിക്ഷയാണ്, റോമൻ ശിക്ഷയാണ്. റോമക്കാരൻ്റെ ഭാഷയാണ് ലത്തീൻ. അവരുടെ ശിക്ഷയാണ് ക്രൂശ് മരണം. നിങ്ങൾ പഴയ നിയമം മുഴുവൻ വായിച്ചാൽ ക്രൂശിക്കുക, ക്രൂശ് മരണം എന്നൊരു വാക്കോ ഒരു ശബ്ദമോ ഡയറക്റ്റ് വേയിൽ കാണാൻ പറ്റില്ല. പ്രവചന രൂപേണ വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ നേരെ ക്രൂശ്, ക്രക്സ് ഈ പദങ്ങളൊന്നും കാണാൻ കഴിയില്ല. ക്രൂശിച്ച ഒരു മനുഷ്യനെയും നിങ്ങൾക്ക് പഴയ നിയമത്തിൽ കാണാനുമാവില്ല. ക്രൂശീകരണം എന്നൊരു പദമില്ല. അന്നത്തെ കാലത്ത് മനുഷ്യനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ഗുരുതര ശിക്ഷ കൊടുക്കാൻ 4 തരം ശിക്ഷാരൂപങ്ങളുള്ളതായി ബൈബിളിൽ കാണാം. കുറ്റം ചെയ്ത മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലുക, സ്റ്റോണിങ്. കുറ്റം ചെയ്ത മനുഷ്യൻ്റെ തലയറുക്കുക, ബിഹെഡിങ്. കുറ്റം ചെയ്ത മനുഷ്യനെ തൂക്കിലെറ്റുക, ഹാങ്ങിങ്. കുറ്റം ചെയ്ത മനുഷ്യനെ ഞെരുക്കിക്കൊല്ലുക, സ്ട്രാംഗ്ലിങ്. ഇങ്ങനെ 4 തരം ശിക്ഷ. ഇപ്പോൾ സ്റ്റോണിങ് ഉണ്ട്, ബിഹെഡിങ് അഥവാ സോഡിങ് ഉണ്ട്, ഹാങ്ങിങ് അഥവാ തൂക്കിക്കൊലയുണ്ട്, പിന്നെ സ്ട്രാംഗ്ലിങ് അഥവാ ഞെരുക്കിക്കൊലയുണ്ട്. പക്ഷേ അവിടെ എങ്ങും നിങ്ങൾക്ക് തൽമൂദുകൾ പഠിച്ചാലും പഴയ നിയമചരിത്രം പഠിച്ചാലും ബൈബിൾ പഠിച്ചാലും ഈ 4 ചരിത്രത്തിനപ്പുറത്തേക്ക് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഒരു ഭരണകൂടം നൽകുന്ന രീതിയില്ല. ഭരണകൂടം ശിക്ഷയുടെ ഭാഗമായി വലിയ തെറ്റ് ചെയ്തവന്, ഗുരുതര തെറ്റ് ചെയ്തവന് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ, വലിയ ശിക്ഷ ഈ 4 രൂപങ്ങളിലൊന്നിലെ മരണശിക്ഷയാണ്. ക്രൂസിഫിക്ഷൻ എന്നൊന്നില്ല. പഴയ നിയമത്തിൻ്റെ അവസാന ഗ്രന്ഥവും എഴുതി 100 കൊല്ലം കഴിഞ്ഞ ശേഷം ഫിനീഷ്യർക്കിടയിൽ രൂപപ്പെട്ട ഒരു ശിക്ഷയാണ് ക്രൂശ് മരണം. ഫിനീഷ്യർക്കിടയിൽ രൂപപ്പെട്ട ഈ ശിക്ഷ കാലക്രമേണ പേർഷ്യക്കാരിൽ നിന്ന് അലക്സാണ്ടർ ഗ്രീക്ക് സാമ്രാജ്യം, അവിടെ നിന്ന് റോമക്കാരും ഈ ശിക്ഷ ഇങ്ങനെ പകർത്തി. ഈ ശിക്ഷ പകർത്തുമ്പോൾ ആ ശിക്ഷ കൂടുതലായി ചെയ്തു വന്നത് റോമക്കാരായതുകൊണ്ട് ഇതൊരു റോമൻ ശിക്ഷയാണ്. റോം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന പോലെ ഏകദേശം 5000 മൈൽ നീളത്തിൽ 4000 മൈൽ വീതിയിൽ ഉലകത്തെ അത്രയും വിശാലമായ ഒരു ഭൂപ്രദേശമായി കണ്ടുകൊണ്ട് ഭരിക്കും കാലത്ത് അതിൻ്റെ കീഴിലെ ഒരു ചെറിയ പ്രോവിൻസാണ് നമ്മൾ ഇസ്രയേൽ എന്ന് വിളിക്കുന്ന പാലസ്തീൻ. ഈ പാലസ്തീൻ എന്ന് വിളിക്കുന്ന തന്നെ തെറ്റായൊരു വിളിയാണ്. കാരണം റോമക്കാർ തങ്ങളുടെ ശത്രുക്കളായ യഹൂദന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി അവരുടെ ശത്രുക്കളായ ഫെലിസ്ത്യരുടെ പേരിട്ടുകൊണ്ട് അവരുടെ നാടിനെ അടയാളപ്പെടുത്തിയതാണ് ദ ലാൻഡ് ഓഫ് ഫെലിസ്ത്യൻസ് എന്ന അർത്ഥത്തിൽ പാലസ്തീൻ. അത് പോകട്ടെ, ആ പാലസ്തീനിയ അന്ന് 120 മൈലാണ് അതിൻ്റെ ചുറ്റളവ്. 5000 മൈൽ വീതി വിസ്താരത്തിൽ 4000 മൈൽ നീളത്തിലും വീതിയിലും കിടക്കുന്ന റോമൻ ഭരണകൂടത്തിലെ ഒരു ചെറിയ പ്രോവിൻസ്. അവിടെയുള്ള മനുഷ്യർ അതേ യഹൂദന്മാരാണ്. ആ യഹൂദന്മാരുടെ ഇടയിലെ ശിക്ഷാരീതി ആയിരുന്നില്ല ക്രൂശ് മരണം. യഹൂദന് കൊല്ലാൻ ഉള്ള ശിക്ഷയാണ് ഞാൻ 4 പറഞ്ഞതെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ വിചാരണയ്ക്കായി കൊണ്ടുവരുമ്പോൾ ഈ യഹൂദന്മാരുടെ കോടതി ഉണ്ട് സന്നിധിരീൻ. അതെത്ര പരിശോധിച്ചിട്ടും ഈ ശിക്ഷ, ഈ ക്രൂശ് മരണം കൊടുക്കാൻ വകുപ്പ് കാണുന്നില്ല. വകുപ്പ് കാണാതെ വരുമ്പോൾ റോമൻ ഭരണകൂടത്തിൻ്റെ മുമ്പിലേക്ക്, പീലാത്തോസിൻ്റെ മുമ്പിലേക്ക്, അവിടെ നിന്ന് ഹെരോദാവിൻ്റെ അരികിലേക്ക്, ഹെരോദാവ് വീണ്ടും പീലാത്തോസിൻ്റെ അരികിലേക്ക്. ഇത് മാറ്റാൻ കാരണം എന്താ? ക്രൂശ് മരണമെന്ന ശിക്ഷ വിധിക്കാൻ പീലാത്തോസിൻ്റെ കോടതിക്ക് കഴിയൂ എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞെന്നറിയണ്ടേ? പ്രാകൃതമായ, ഹീനമായ ഈ ശിക്ഷ അത് മനുഷ്യരെല്ലാം വെറുക്കുന്നു. അതിൻ്റെ കാരണം കൂടി ഞാനൊന്ന് പറയാം. ഈ ക്രൂശ് മരണം എന്തുകൊണ്ട് വെറുത്തു മനുഷ്യരെല്ലാം പറയാം. നമ്മൾ കാണുന്നതും വിവരിക്കുന്നതുമായ ആശയങ്ങൾ ഒത്തിരി വിഭിന്നമാണ് ചരിത്രത്തിലെ ക്രൂശ് മരണം. മശിഹാ ചരിത്രം, ജീസസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ധാരാളം വിശദീകരണങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാം, ആ കാണുന്ന വിശദീകരണങ്ങളിൽ നമ്മൾ അറിയുന്നത് പോലെയല്ല ചരിത്രത്തിലെ ക്രൂശ് മരണം. പ്രിയപ്പെട്ടവരെ, ക്രൂശിന് 2 ഭാഗങ്ങളാണ്. ഒരു സ്റ്റെമ്മുണ്ടല്ലോ, ഒരു തടിക്കഷണം, നേരെ നിൽക്കുന്നൊരു തടിക്കഷണം. ആ തടിക്കഷണത്തിന് റോമക്കാർ വിളിക്കുന്നൊരു പേരുണ്ട്, പാറ്റീബുലം. അതിന് പറയുന്ന പേര് സിംപ്ലക്സ് എന്നാണ്. സിംപ്ലക്സ്. ഈ സിംപ്ലക്സ്
വിപരീത ദിശയിലേക്ക് വെക്കുന്ന അല്ലെങ്കിൽ ഹൊറിസോണ്ടലായി വെക്കുന്ന മറ്റൊരു തടിക്കഷണമുണ്ട്. അതിൻ്റെ പേരാണ് പാറ്റീപുലം. അത് ആണിയടിച്ചോ ആശാരിപ്പണി ചെയ്തോ ഏതെങ്കിലും വിധത്തിൽ കൃത്രിമമായി സജ്ജീകരിക്കുന്നതല്ല. മറിച്ച് ഈ ഉരുളൻ മരക്കമ്പ് തോളിലെന്തിക്കൊണ്ട് ഈ ആളിൻ്റെ 2 കൈകളും അതോട് ചേർത്ത് വെച്ച് കെട്ടി ചാട്ടക്കടിച്ച് നിർദ്ദിഷ്ട സ്ഥാനത്തേക്ക് കൊണ്ടുചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ കുത്തനെ വെക്കുന്ന തടി ഓൾറെഡി അവിടെ കൊണ്ടുവന്നിരിക്കും. ഈ തടി അപ്പാടെ പണി ചെയ്ത് ഒരു മനുഷ്യന് ചുമക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പാറ്റീപുലം ചുമക്കുക, വിലങ്ങൻ തടി ചുമക്കുക എന്നതാണ് ശിക്ഷ. അത് തന്നെ കഠിനമേറിയതാണ്. ഇനി അടുത്തത്, ക്രൂശിൽ മരിച്ചവന്റെ ശവശരീരം ഒരിക്കലും നിലത്തിറക്കി കിടത്താൻ പാടില്ല. അത് റോമിലെ നിയമമാണ്. എന്നിട്ട് യേശുവിനെ നിലത്തിറക്കി കിടത്തുന്നുണ്ട്. അതിന്റെ കാര്യകാരണങ്ങൾ ഞാൻ യഥോചിതം പറഞ്ഞു നിർത്താം. പ്രിയപ്പെട്ടവരെ പറയട്ടെ, ക്രൂശിൽ മരിച്ചവനെ നിലത്തിറക്കി കിടത്താൻ പാടില്ലാത്തത് അവരുടെ നാട്ടിലെ വിശ്വാസം അനുസരിച്ച് ഈ ക്രൂശിൽ മരിക്കുന്നവൻ ഒരു ഹതഭാഗ്യൻ, കൊടും കുറ്റവാളി. അവനെ നിലത്തിറക്കി കിടത്തിയാൽ ഭൂമി അവർക്കൊരു ദേവനാണ്. ആ ദേവനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് മതവികാരം വ്രണപ്പെടും. ഒരിക്കലും ക്രൂശിൽ മരിച്ചവനെ നിലത്തിറക്കി കിടത്തരുത്. മണ്ണ് കുഴിച്ചവിടെ മൂടരുത്. ക്രൂശിൽ മരിച്ചവനെ തീയിൽ ദഹിപ്പിക്കരുത്. അഗ്നി അവർക്ക് ദേവനാണ്. ക്രൂശിൽ മരിച്ചവനെ വെള്ളത്തിൽ ഒഴുക്കരുത്. ജലം ദേവതയാണ്. പിന്നെ എന്ത് ചെയ്യണം? മറ്റേതൊരു ശവശരീരത്തെയും സംസ്കരിക്കുന്ന മാന്യമായ രീതിയിൽ ക്രൂശിൽ മരിച്ചവനെ സംസ്കരിച്ചുകൂടാ. പകരം എന്ത് ചെയ്യണം? ഈ ശവശരീരം ക്രൂശിൽ തന്നെ കിടക്കണം. പകലിലെ ചൂടടിച്ച് രാത്രിയിലെ തണുപ്പടിച്ച് ആ ശരീരം ചീഞ്ഞഴുകി അവിടെ കിടക്കുമ്പോൾ പക്ഷികൾ പറന്നു വരും അത് കൊത്തിപ്പറിക്കാൻ. കവിൾ കൊത്തിപ്പറിച്ച്, വയർ കൊത്തിപ്പറിച്ച്, കുടൽമാലകൾ തുറിച്ചു താഴെ വീണ് ഭീകരവും നികൃഷ്ടമായ അവസ്ഥയിൽ അവിടെ തന്നെ കിടന്ന് ആ ജീർണിച്ചഴുകി നശിക്കണം. അതും വഴിയോരത്താണ്. പെരുവഴിയിലൂടെ പോകുന്ന ആളുകൾ കണ്ടിട്ട് ദുർഗന്ധപൂരിതമായ ആ കാലാവസ്ഥയിൽ ചോദിക്കും, മക്കൾ അപ്പനോട് ചോദിക്കും, എന്താണ് ആ ദുർഗന്ധം? അപ്പോൾ പറയും, വായിച്ചു നോക്കാം. ചെല്ലുമ്പോൾ ഈ കുറ്റവാളിയുടെ കുറ്റസംഗതി ക്രൂശിൽ എഴുതിയിട്ടിട്ടുണ്ടാകും. ഇന്ന കാരണത്താൽ ഇവനെ ക്രൂശിച്ചു. ഒരു പൊതുജന സമക്ഷം മറ്റാരും ആവർത്തിക്കാതിരിക്കാൻ, ഈ കുറ്റം ആവർത്തിക്കാതിരിക്കാൻ ഒരു ശിക്ഷ. അതാണ് ക്രൂശ് മരണം. അതുകൊണ്ടേ ക്രൂശിൽ തൂങ്ങുന്നവൻ, മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ആളുകൾ കരുതി. ശാപഗ്രസ്തമായ ഇത്തരമൊരു മരണം എൻ്റെയും നിങ്ങളുടെയും വീട്ടിലുണ്ടെങ്കിൽ നമ്മളതിനെ എങ്ങനെ കാണും? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നിസാരമൊരു രോഗിക്ക് വിവരിക്കാനാവാത്ത ഏതെങ്കിലും ഒരു രോഗത്തെ അടിപ്പെട്ടാൽ നമ്മളവരെ തള്ളിക്കളയുന്ന ലോകമല്ലേ? നമ്മൾ കണ്ടു കോവിഡിനോടൊക്കെ മനുഷ്യർ സമീപിച്ച രീതി. ആ ശവശരീരം ഒന്ന് സംസ്കരിക്കാൻ പോലും പലരും വിസമ്മതിച്ചു. പാസ്റ്റർമാരും പുരോഹിതന്മാരും പൂജാരിമാരും ഒന്നും ആ ശവശരീരത്തോട് അടുക്കുന്നില്ല. നൊന്തുപറ്റ അമ്മയുടെ ശവശരീരം അടുക്കാൻ മക്കളെ കാണുന്നില്ല. എന്താണ് കാരണം? ചിലതരം രോഗങ്ങളെ മനുഷ്യൻ ഭയക്കുന്നു. ഇതുപോലെ ക്രൂശ് മരണവുമായി ബന്ധപ്പെട്ട് ഒരു അന്ധവിശ്വാസം നിലനിന്നിരുന്നു. ക്രൂശിൽ മരിച്ചവനെ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചാൽ ആ മരണത്തിന്റെ ശാപം നമ്മിലേക്കും വരും. കാരണം അവൻ ശാപഗ്രസ്തനായി മരിക്കേണ്ടയാളാണ്. എപ്പോൾ വിധി പുറപ്പെട്ടോ അപ്പോൾ മുതൽ ആരെങ്കിലും ക്രൂശ് മരത്തിൽ ചെന്ന് വെറുതെയെങ്കിലും തൊട്ടുപോയാൽ അവരിലേക്കും കുടുംബത്തിലേക്കും ശാപം വരുമെന്ന അന്ധവിശ്വാസവും ദുരാചാരവും നിലനിൽക്കുന്ന നാട്ടിൽ നസറയനായ യേശു എന്ന ദൈവപുത്രന്റെ അരികിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരാം. യേശുവിനെ മാന്യമായി മരിക്കാൻ ഒരവസരം യഹൂദ സമൂഹം കൊടുത്ത അവർ കല്ലെടുത്തു അവരെ എറിയാൻ. അവനോ പോയി കളഞ്ഞിരുന്നു. കല്ലെറിഞ്ഞു കൊല്ലാൻ ഊഴംപാത്ത് കാത്തിരുന്നവരുടെ നടുവിൽ നിന്ന് യേശു അവരുടെ നടുവിലൂടെ പോയി കളഞ്ഞിരുന്നു. ഇതേ യേശുവിനെ മറ്റൊരു സ്ഥലത്ത് കാണാം, ഗത്സമനയിൽ. ഗത്സമനയിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോഴാ ക്രൂശ് മരണത്തിൻ്റെ മഹിമ അറിയുന്നത്. എന്താണെന്ന് അറിയണ്ടേ? ഇവിടുന്ന് ഏകദേശം 1050 പരം ദിവസങ്ങൾക്കപ്പുറത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അങ്ങ് ഗലീലയിലെ കാനാവിൽ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് പരസ്യ വേല ആരംഭിക്കുന്നത്. അടയാളങ്ങളുടെ ആരംഭമായി യേശു ഗലീലയിലെ കാനാവിൽ ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അന്ന് യേശു ഒരു കാര്യം പറഞ്ഞിരുന്നു, സ്ത്രീയെ, എൻ്റെ നാഴിക വന്നിട്ടില്ല. ഗത്സമനയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന യേശു മറ്റൊരു കാര്യം പറഞ്ഞു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു.
നാഴിക വന്നില്ല എന്ന അത്ഭുത പ്രവൃത്തിയുടെ തുടക്കം മുതൽ നാഴിക വന്നിരിക്കുന്നുവെന്ന ക്രൂശ് മരണത്തിൻ്റെ തൊട്ടരിയിലേക്ക് ചെല്ലുന്ന ഇടം വരെ കണക്കിലെടുത്താൽ ഏതാണ്ട് 1050 പരം ദിവസങ്ങൾ നിങ്ങൾക്ക് എണ്ണിയെടുത്ത് കണക്ക് കൂട്ടാൻ സാധിക്കും. 1000 ദിവസങ്ങൾക്കപ്പുറത്ത് 1050 പരം ദിവസങ്ങൾക്കപ്പുറത്ത് വരാത്തൊരു നാഴികയുണ്ട്. അതിതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവപുത്രൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന നാഴിക. ചങ്കുരുകി നെഞ്ചുരുകി യേശു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ കരയുന്ന യേശുവിനെ, വിലപിക്കുന്ന യേശുവിനെ കണ്ട് വിമർശിക്കുന്ന മനുഷ്യരുണ്ട്. ദൈവമെങ്കിൽ എന്തിന് കരഞ്ഞു? ആക്ഷേപിക്കപ്പെടുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരമൊന്നും ഞങ്ങൾക്ക് തരാനില്ല. ഉത്തരം പഴയത് തന്നെ ബൈബിളിലുണ്ട്. ഗെത്സമനയിൽ കരയുന്ന, ക്രൂശിൽ കരയുന്ന യേശുവിനെ ചൂണ്ടിക്കാട്ടി ഞങ്ങൾ ന്യായീകരണത്തിനില്ല. എന്താണ് കാരണം? ഈ കരച്ചിൽ പോലും യുഗങ്ങൾക്കപ്പുറത്ത് തിരുവെഴുത്തിൽ എഴുതി വെച്ചിരുന്നു. ദൈവത്തിൻ്റെ പുത്രൻ ദാ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രാണനെ വിടണമെന്ന് 22-ാം സങ്കീർത്തനത്തിൽ, ദാവീദിലൂടെ വിരചിതമായ സങ്കീർത്തനത്തിൽ അവൻ്റെ അങ്കിക്ക് ചീട്ടിട്ടു എന്ന് പറയുന്ന തരത്തിൽ പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന നിലയിലാ ദൈവപുത്രൻ ക്രൂശിൽ മരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായി ഈ ഗെത്സമനയിൽ കരഞ്ഞ് 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 പ്രാണവേദന കൊണ്ട് പുളയുന്നവൻ പുറത്തേക്ക് വരുന്നൊരു കാഴ്ച കാണാം. ഈ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഗെത്സമനയിൽ കരഞ്ഞ് വിഷണ്ണനായവൻ, ഗെത്സമനയിൽ കരഞ്ഞ് നീറിപ്പുകഞ്ഞവൻ, നൂറുകണക്കിന് പടയാളികൾ അർദ്ധരാത്രിയിൽ പന്തം കയ്യിലെന്തി, കുന്തം കയ്യിലെന്തി, ആയുധങ്ങൾ കയ്യിലെന്തി യേശുവിനെ വളയുമ്പോൾ നിർവികാരതയോടെയല്ല, സമചിത്തതയോടെ യേശു വന്നിട്ട് ചോദിക്കുക, നിങ്ങൾ ആരെ തിരയുന്നു? പ്രിയപ്പെട്ടവരെ, പ്രാണഭയത്തിലായി അലറിക്കരഞ്ഞവനെയല്ല നിങ്ങളുടെ കാണുന്നത്. ധൈര്യസമേതനായ ദൈവപുത്രൻ വന്ന് ചോദിക്കുക, നിങ്ങൾ ആരെ തിരയുന്നു? ഇതൊരു വലിയ ചിന്തയാ. പ്രാർത്ഥന മുറിയുടെ സ്വകാര്യതയിൽ ആര് കരയാൻ തയ്യാറുണ്ട്? ജീവൽ പ്രതിസന്ധികളുടെ മുമ്പിൽ അവരെ ധൈര്യപ്പെടുത്തുന്നതാണ് സുവിശേഷം. പ്രാർത്ഥനയുടെ ഏകാന്തതയിൽ കരഞ്ഞ് ജീവിതം ആരംഭിച്ച ഒരാൾക്കും തകർന്നു പോകാൻ ഇടവരാത്ത വിധത്തിൽ പൊതുസമക്ഷം പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കരുത്തു കട്ടുന്ന ശക്തിയുടെ പേരാ സുവിശേഷം. ആ ശക്തിക്ക് ഹേതുവായ നസ്രായനായവൻ ഇതാ തൻ്റെ കരങ്ങൾ നീട്ടിക്കൊടുത്തുകൊണ്ട് പറയുക, അത് ഞാനാ. ഇനി കോടതിയിലേക്ക് വരൂ. പല കോടതികളിൽ മാറി മാറി വിസ്തരിക്കുമ്പോൾ നീ വന്ദനായവൻ്റെ പുത്രനോ എന്ന് ചോദിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പഴുതുകൾ തിരഞ്ഞ്, വാക്കിൻ്റെ പൊരുൾ തിരഞ്ഞ്, നിയമത്തെ നിയമം കൊണ്ട് കൊല്ലുന്ന കോടതിയുടെ മുമ്പിൽ സാങ്കേതിക സത്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാനാണ് ഞാനും നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നീ വന്ദനായവൻ്റെ പുത്രനോ എന്ന ചോദ്യത്തിന് മുമ്പിൽ അടിപതറാതെ ദൈവപുത്രൻ തൻ്റെ അസ്തിത്വം വെളിപ്പെടുത്തുകയും പീലാത്തോസ് ചോദിക്കുക, എനിക്ക് നിന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ നീ ദൈവപുത്രനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് ചങ്കുറപ്പോടെ പറയുന്ന ആ ധൈര്യത്തിൻ്റെ പേരാ ക്രിസ്തു. ഗെത്സമനയിൽ കരഞ്ഞവനെ കോടതിയുടെ മുമ്പിൽ നിങ്ങൾ കാണുന്നത് നിർവികാരതയോടെയല്ല, കരുത്തോടെ, ധൈര്യത്തോടെ, ശക്തിയോടെയെങ്കിൽ ഇന്ന് രാത്രി ആ ശക്തിയുടെ ഒരളവ് നിങ്ങളിലും എന്നിലും വ്യാപരിച്ചാൽ ജീവ പ്രതിസന്ധികളെ അതിജീവിപ്പാൻ അത് ധാരാളം മതി എന്ന് പ്രാർത്ഥിച്ചുറങ്ങുമ്പോൾ പറയണം, നാഥാ ആ ശക്തി അടിയനിലേക്ക്, ആ ധൈര്യം അടിയനിലേക്ക്, ആ ബലം അടിയനിലേക്ക്. പ്രയാസ പ്രതിസന്ധികളുടെ നടുവിൽ നിവരെ നിൽക്കാൻ, പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും മരണം മുമ്പിൽ വരുമെന്നറിയുമ്പോഴും പിന്നോട്ട് പോകാത്ത ആശയത്തിൻ്റെ ശക്തിയാ നമ്മുടെ കർത്താവായ യേശു. അവൻ ക്രൂശെടുത്തു. ആ ക്രൂശിൽ അവനെ തറച്ചു. ആ ക്രൂശിൽ ചൊരിയുന്ന പുണ്യാഹരത്വത്തിൻ്റെ മുമ്പിൽ പലരും ഭയപ്പെട്ട് ചിതറിയോടി. ഒരു കാര്യം പഠിക്കണേ, 3.5 കൊല്ലം അവൻ പഠിപ്പിച്ച ക്ലാസ് നോട്ട് കൃത്യം എഴുതിയെടുത്തവർ, ആ ക്ലാസ്സിൽ 100 ചോദ്യങ്ങൾ ചോദിച്ചവർ, ഉപമയുടെ അർത്ഥം തിരഞ്ഞവർ, അപ്പം കൊടുത്തപ്പോൾ കൈനീട്ടി ഭക്ഷിച്ചവർ, കടലലയുടെ മീതെ കാൽച്ചവിട്ടി നടക്കുന്നത് കണ്ട് ആർപ്പ് വിളിച്ചവർ, ഓളവും തിരമാലയും ശക്തിയോടെ പൊങ്ങി വരുമ്പോൾ വിരൽത്തുമ്പിൽ അതിനെ ശാസിച്ച് അതിൻ്റെ ശക്തിയെ കെടുത്തിയവൻ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവൻ, അത്ഭുതങ്ങളുടെ പരമ്പരയിലൂടെ തൻ്റെ ദൈവത്വം തെളിയിച്ചവൻ ഇവിടെ ക്രൂശിക്കപ്പെടുമ്പോൾ ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ അധികം ആളുകൾ നിൽപ്പില്ല. ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഇതിലാരാകാൻ ആഗ്രഹിക്കുന്നു? ഞാൻ പറയും, ഉയർപ്പിനാൽ പുതുജീവൻ കിട്ടിയ ലാസറിനേക്കാൾ, അതല്ലെങ്കിൽ അമ്മാവിയമ്മയ്ക്ക് സൗഖ്യം കിട്ടിയ അനുഭവത്തിൽ നിൽക്കുന്ന പത്രോസിനേക്കാൾ, തൻ്റെ മകളുടെ ഉയർപ്പിനാൽ ശക്തി ലഭിച്ച പള്ളിപ്രമാണിയേക്കാൾ, യായിറോസിനേക്കാൾ, അങ്ങനെ 100 അനുഭവസ്ഥരെക്കാൾ ശ്രേഷ്ഠമാണ് ഈ ക്രൂശിൻ്റെ ചുവട്ട് നിൽക്കാൻ
നിങ്ങൾ കാണിക്കുന്ന ധൈര്യം. ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ കരുത്ത് തെളിയിക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങൾ യേശുവിൻ്റെ മക്കളെന്നുള്ള ശക്തി തെളിയിക്കേണ്ടത്. കാരണം ഇവിടെ പടയാളികളുണ്ട്, ആക്രമിക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ആശ്വാസത്തിൻ്റെ ഒരു വാക്കുമില്ല. പരിഹസിച്ച് കല്ലെറിയാൻ, ശവശരത്തെ കുന്തം കൊണ്ട് കുത്തി മുറിപ്പെടുത്താൻ, വീണ്ടും വീണ്ടും പരിഹസിക്കാൻ, ദൈവപുത്രങ്കിൽ ഇറങ്ങി വാ എന്ന് പറയാൻ, സമചിത്തതയെ വെല്ലുവിളിക്കുന്ന 100 ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിലകൊള്ളുന്ന ക്രിസ്തുവിനെ നോക്കി, ആ പിടയുന്ന കൈകളെ നോക്കി, എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ആ കൈയിലേക്ക് ആണിയടിച്ച് ഈ ക്രൂശിലേക്ക് തറയ്ക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു കാര്യം ഇപ്പോൾ അറിയാം. നാദാ, ആണിപ്പഴുതറ്റ ആ കരം കൊണ്ടല്ലേ നീ ചരിത്രത്തെ AD എന്നും BC എന്നും പിൽക്കാലത്ത് 2ആയി തിരിക്കാൻ പോകുന്നത്. ആ കരം നീട്ടിയല്ലേ എന്നെയും നിങ്ങളെയും ഇന്ന് മാറോട് ചേർത്ത് ആലിംഗനം ചെയ്യുന്നത്. ആ ക്രൂശിന്റെ കരുത്താണ് ഞങ്ങളുടെ പ്രസംഗ വിഷയമെങ്കിൽ അതറിഞ്ഞ പൗലോസ് പറയുക, ഈ ക്രൂശിന്റെ തിരിച്ചറിവ്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നിടത്ത് ഭോഷത്വം രക്ഷിക്കപ്പെടും നമുക്ക്. അത് ദൈവത്തിന്റെ ശക്തി. നമുക്കിന്ന് പറ്റിയ ഏറ്റവും വലിയ അപചയം, നമ്മൾ യേശുവിനെ തിരയുന്നത് കടലിൻ മീതെ നടക്കുന്നുണ്ടോ എന്ന ആകാംക്ഷയില്ല. 5 അപ്പം 5000 അവൻ വിതരണം ചെയ്യുന്നുവോ എന്ന അന്വേഷണത്തിലാ. യായിറോസിന്റെ മകൾ ഉയർക്കുന്നുവോ എന്ന ശ്രദ്ധയില. അതുമല്ലെങ്കിൽ കഫർന്നഹൂമിൽ 1000 മനുഷ്യരെ സുഖപ്പെടുത്താൻ അവൻ വന്നിട്ടുണ്ടോ എന്ന ശ്രദ്ധയില. പക്ഷെ അതിനപ്പുറത്ത് ഈ ക്രൂശിക്കപ്പെട്ടവൻ്റെ മുമ്പ് നിൽക്കാൻ ഏതാനും സ്ത്രീകളും ഒരു പാവ യോഹന്നാനും മാത്രം. ഈ സ്ഥാപനം ഇന്ന് പൂട്ടിക്കെട്ടേണ്ടതാ, ഇവിടം കൊണ്ട് തീരേണ്ടതാ. ദുർബലരായ സ്ത്രീകളും യോഹന്നാൻ എന്നൊരു സാധു മനുഷ്യനും മാത്രം ക്രൂശിൻ്റെ ചുവട്ട് നിൽക്കുമ്പോൾ അവരെ കൊണ്ട് ആരംഭിച്ച മഹത് പ്രസ്ഥാനം, അവർ മാത്രം തിരഞ്ഞു നിന്നപ്പോൾ രൂപപ്പെട്ട ഈ പ്രസ്ഥാനം മറ്റൊന്നുകൂടി ചെയ്യുകയായിരുന്നു. ആദ്യത്തെ ആദമിന് പണ്ട് ഏദനിൽ ഒരു ഗാഠനിദ്ര വന്നു. ആ ഗാഠനിദ്രയിൽ തനിക്കിണങ്ങിയ ഒരു കാന്ത രൂപപ്പെട്ടു. അവരുടെ പേരായിരുന്നു ഹൗവ. ഒടുക്കത്തെ ആദം എന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനും 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ക്രൂശിൽ ഒരു ഗാഠനിദ്ര വന്നു. ആ ഗാഠനിദ്രയിൽ തൻ്റെ കാന്ത രൂപപ്പെട്ടു. ആ കാന്തയുടെ പേരാ യേശുവിൻ്റെ തിരുസഭ. അതുകൊണ്ട് ഈ രാത്രി ആ തിരുസഭയുടെ ഭാഗമാകാൻ, യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കാൻ, യേശുവിൻ്റെ അധികാരം അംഗീകരിക്കാൻ, ആ പിടയുന്ന ചോര എൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലം എന്ന് വിശ്വസിക്കാൻ, ആ രക്തത്തിൽ എനിക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് അടുത്തു വരാൻ, ആ രക്തമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ചൈതന്യം എന്ന ബോധ്യം വരാൻ നമുക്കൊരുങ്ങുകയും ഉണരുകയും ജാഗരിക്കുകയും ചെയ്യാം. 1 മിനിറ്റ് കൂടി ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. 1 മിനിറ്റ്. സഹോദരേ, ഈ ക്രൂശ് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. എനിക്കും നിങ്ങൾക്കും ചുമക്കാൻ ദൈവപുത്രൻ അനുഗ്രഹിച്ച് കൽപ്പിച്ചു തന്ന അതിജീവനത്തിൻ്റെ വഴിയാ. ഈ ക്രൂശ് കൊണ്ട് 2000 ആണ്ട് എല്ലാ പ്രതിസന്ധികളെയും വെട്ടിമാറ്റി ക്രൈസ്തവ സഭ അതിൻ്റെ ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തിയത്. അതുകൊണ്ട് നമുക്കും ഈ ക്രൂശ് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറയണം, നാഥാ, ഞാൻ നിന്നോട് ചേരുന്നു. എനിക്കിഷ്ടം കടലിൻ മീതെ നീ നടക്കുന്ന കാണാനല്ല. എനിക്ക് കൂടുതലിഷ്ടം നീ യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന ഇടത്ത് ആകാംക്ഷ കൊണ്ട് നിൽക്കാനല്ല. അടയാളങ്ങൾ തേടി, അത്ഭുതങ്ങൾ തേടി, അറിവിൻ്റെ പുത്തൻ പൊരുൾ തേടി ഏതെങ്കിലും വഴി പോകാനല്ല. നിൻ്റെ ക്രൂശ് 1000കണക്കിന് 10000കണക്കിന് ചന്തയുടെ അർത്ഥതലങ്ങളെ തരുന്ന ഒരു വലിയ ആരാധന സ്ഥലമാണ്. ഇവിടെയാണ് മനുഷ്യരാശിയുടെ വിമോചനത്തിൻ്റെ സ്വാതന്ത്ര്യ വിളംബരം ഇവിടെയാണ് നടന്നത്. ഇവിടെയാണ് എൻ്റെ ആരാധന സ്ഥലം, ഇവിടെയാണ് എൻ്റെ അനുതാപം, ഇവിടെയാണ് എൻ്റെ പാപബോധത്തിൻ്റെ ഏറ്റുപറച്ചിൽ. ഇവിടെ ഞാൻ എന്നെ തന്നെ സ്വയം കാണുന്നു. കാരണം എനിക്ക് വേണ്ടി പാപമറിയാത്തവൻ, നിർമ്മലൻ, നിർദോഷൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ പാപപരിഹാരയാഗമായി ഒരു കുഞ്ഞാടിനെ പോലെ പ്രാണനെ വിട്ട് എൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തം നിർവഹിക്കുന്നു. ഞാൻ ആ പ്രായശ്ചിത്ത ബലിയിൽ ഹൃദയംഗമായി വിശ്വസിക്കുന്നു. ആരുണ്ട് ആ പ്രായശ്ചിത്ത ബലിയിൽ വിശ്വസിക്കാൻ? ആരുണ്ട് ആ വീണ്ടെടുപ്പിൽ വിശ്വസിക്കാൻ? നമുക്ക് ആ വീണ്ടെടുപ്പിനെ കരഗതമാക്കാൻ, അതിൻ്റെ സന്തോഷവും സായുജ്യവും അനുഭവിപ്പാൻ ഇന്ന് രാത്രി ദൈവം കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയിൽ പ്രഥമ രാത്രിയിലെ വചനപ്രഭാഷണം ഉപസംഹരിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.